BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന സംസ്ഥാന കൗൺസിലിൽ ആവശ്യമുയർന്നു. കൊല്ലം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയാണ് ആവശ്യം ഉന്നയിച്ചത്. സെക്രട്ടേറിയറ്റ് കൊണ്ടൊരു പ്രയോജനവും പാർട്ടിക്കില്ലെന്നും സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും രണ്ട് അധികാര കേന്ദ്രങ്ങളാണെന്നും വിമർശനമുയർന്നിട്ടുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും സംസ്ഥാന കൗൺസിലിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. പദവിക്ക് ചേരാത്ത അപക്വമായ പ്രസ്താവനയാണ് ബിനോയ് വിശ്വം നടത്തുന്നതെന്നും വിമർശനമുണ്ട്. CPI സംസ്ഥാന കൗൺസിലിൽ യോഗത്തിൽ ബിനോയ് വിശ്വത്തിനെതിരെയാണ് ഏറ്റവും അധികം വിമർശനമുയർന്നത്. പുതിയ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന 11 അംഗ ബോഡി രൂപീകരിച്ചത്. ആ സെക്രട്ടേറിയറ്റ് തന്നെ പിരിച്ചുവിടണമെന്നാണ് കൗൺസിലിൽ ഉയർന്ന പ്രധാന ആവശ്യം. സെക്രട്ടേറിയറ്റ് കൊണ്ട് പാർട്ടിക്ക് ഒരു കാര്യവുമില്ല എന്നാണ് കൊല്ലം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞത്. ഭരണ തുടർച്ച ഉണ്ടാവാതിരിക്കാൻ CPIയുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും ഭരണവിരുദ്ധ വികാരം എന്നത് CPIനെതിരെ മാത്രമല്ല CPI മന്ത്രിമാർക്കെതിരായ വികാരം കൂടിയാണെന്നും മനസ്സിലാക്കണമെന്നും അഭിപ്രായമുയർന്നു. അതേസമയം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാത്രം ചിത്രം വെച്ചുള്ള പ്രചാരണം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനമുയർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവുണ്ടായെന്നും കീഴ്ഘടകങ്ങളുടെ അഭിപ്രായം മാനിക്കാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന ചർച്ചയിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.